സമസ്തയിലെ വിഭാഗീയതയെ തുടർന്ന് നേതൃത്വം വിളിച്ച മധ്യസ്ഥ ചർച്ച തൃശങ്കുവിൽ. ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ നിലപാട്. ഇക്കാര്യം SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അറിയിച്ചു. സമവായ ചർച്ചയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പാണക്കാട് അടിയന്തര യോഗം ചേർന്നു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിപിനെയും തർക്കം തീർക്കാൻ ഒരു യോഗം എന്നുള്ളതായിരുന്നുവല്ലോ, അപ്പോൾ ആ യോഗത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് വിപിൻ? ഉന്മേഷ്, അടുത്ത മുശാവറയ്ക്ക് മുൻപ് ഇപ്പോഴത്തെ ഈ ഒരു വിഭാഗീയതയിൽ പരമാവധി സമവായം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടായിരുന്നു ഇന്ന് 3 മണിക്ക് മലപ്പുറത്ത് ചർച്ച വെച്ചിരുന്നത്. പക്ഷേ ഈ സമവായ ചർച്ച തന്നെ ഇപ്പോൾ നടക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി സമസ്തയിലെ ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തുകയും ഒരു യോഗം ചേരുകയും ചെയ്തു. ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. യോഗത്തിന് ശേഷം ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള നേതാക്കൾ പുറത്തു വന്ന് ഔദ്യോഗികമായി അവർ സംസാരിക്കാൻ തയ്യാറായില്ല. ഇന്ന് 3 മണിക്ക് ശേഷം തങ്ങൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് ഈ ഒരു യോഗം മാറ്റിവെച്ച, അതായത് 3 മണിക്കുള്ള യോഗം മാറ്റിവെച്ചതായി യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. ഇതിൽ നിന്നും ഇപ്പോൾ ഈ സമസ്തയിലെ ലീഗിൻ്റെ വിരുദ്ധ പക്ഷം ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം മുശാവറയിൽ എടുക്കേണ്ട ചില നടപടികളുണ്ട്. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ, ഇത്തരം ചർച്ചകൾ പ്രഹസനമാകണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അപ്പോൾ ഇതൊരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ഇന്നത്തെ ഈ യോഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഈ ലീഗ് വിരുദ്ധ പക്ഷം ഇപ്പോൾ മാറി നിൽക്കുമ്പോൾ ഇതൊരു നേതൃത്വത്തിൻ്റെ മാത്രം ചർച്ചകളായി ഒതുങ്ങും എന്നുള്ളതാണ് നിലവിലൊരു സ്ഥിതി ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ ചർച്ച നടക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരികയും ചെയ്യും. ഒപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ സുപ്രഭാതം പത്രം, അതുപോലെ തന്നെ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കിയത്, ഇതിലൊക്കെ ഒരു നടപടി വേണമെന്ന് ഇരു കൂട്ടരും വാക്പോരൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതിലുള്ള ഒരു സമവായ ചർച്ചയും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. വസ്തുത പറഞ്ഞാൽ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.